ഇന്ന് നാം ധ്യാനിക്കുന്ന രണ്ട് വചനഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യവും യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം. അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു. യേശു നമ്മുടെ അടുത്തേക്ക് വന്നു. എന്തിനു വേണ്ടിയാണ്? യോഹന്നാൻ 15:9 അവൻ നമ്മെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, യേശു എൻ്റെ അരികിലേക്ക് വന്നത് എന്നെ സ്നേഹിക്കാനാ. അപ്പം യേശുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്, അല്ല, യേശു സ്നേഹിച്ചെന്ന് പറയുമ്പോൾ ഒരു ത്യാഗപൂർണമായ സ്നേഹമാണ്, വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്, നിരുപാധികമായ പരിവർത്തനപരമായ ഒരു സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. മറ്റുള്ളവരുടെ നന്മ സ്വന്തം നന്മയേക്കാൾ മുകളിൽ വയ്ക്കുന്നതാണ്. എൻ്റെ നന്മയെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കാതെ അവരുടെ ജീവിതത്തെക്കുറിച്ച് നോക്കുകയും അവരുടെ നന്മ എൻ്റെ നന്മയേക്കാൾ മുകളിൽ വയ്ക്കുന്നു, പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ട് ആ സ്വന്തം ജീവൻ പോലും കൊടുക്കുവാൻ യേശുവിന് സാധിച്ചത്. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ സ്നേഹിച്ച കർത്താവ്, നമ്മുടെ ഉത്തരവാദിത്വം ഇത് തന്നെയാണ്. മറ്റു മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മേക്കാൾ അപ്പുറമായിട്ട് അവരെ സ്നേഹിക്കുകയും യേശുവിനെ പോലെ ത്യാഗപൂർണമായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് യേശുവിൻ്റെ ഈ രണ്ട് വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നത്. എങ്കിൽ പ്രിയമുള്ളവർ, ഈ ദിവസം മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ നമ്മുടെ നിയോഗങ്ങൾ പ്രത്യേകം നമുക്ക് സമർപ്പിക്കാം. പ്രഭാതത്തിൽ ഇതാ നിങ്ങൾ ഉണരുമ്പോൾ തന്നെ ശിശുര കാണുമ്പോൾ സമർപ്പിക്കാം ഈ വാഗ്ദത്ത പേടകത്തിലേക്ക്. സ്വർഗത്തിന്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ അവന്റെ മുറിവിനാൽ സൗഖ്യമുണ്ട് എന്ന ഗാഗുൽത്താനാഥന്റെ വാഗ്ദത്തത്തിലൂടെ നമ്മുടെ ജീവിത നിയോഗങ്ങൾ ഈശോയുടെ തിരുമുറിവിലേക്ക് സമർപ്പിച്ച് നമ്മെ തന്നെ ഒരുക്കി വില കൊടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ദൈവിക വാഗ്ദാനം വാഗ്ദത്തമായി നമ്മിൽ നിറവേറുന്നു. ഇതാ അച്ഛൻ ദൈവസന്നിധി സമർപ്പിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഇതാ സമർപ്പിക്കുക. എങ്കിലും ഒരു നിമിഷം കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് നിന്റെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവം അത് ഏറ്റെടുത്ത് അനുഗ്രഹിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ വേലയിൽ നമുക്കും പങ്കാളികളാകാം.